ബഷീറിന്റെ മധുരങ്ങൾ എന്ന കഥയിലെ നാരായണിയാണ് ഞാൻ. ആരാ ഇവിടെ ചൂളമടിക്കുന്നത്? ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിലൊരു എഴുത്തുകാരനാ. 2.5 കൊല്ലം തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ച. കൂട്ടുകാരെല്ലാവരും പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. വന്നിട്ട് ഒത്തിരി നാളായോ? 1 കൊല്ലമായി. എന്തൊരു ജീവിതം. നാരായണി, നമ്മൾ ഏതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ഇവിടെ ഒരു രഹസ്യങ്ങളും ഇല്ല. എല്ലാ രഹസ്യങ്ങൾക്കും എല്ലാവർക്കും അറിയാം. തരുമോ? തരുമോ? എന്താ മിണ്ടാത്തെ? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പനിനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും. ഒരെണ്ണം മതി. തരുമോ? ഓ, ഇതെന്തൊരു ചോദ്യമാ നാരായണി. തരുമോന്ന്? നാരായണി അവിടെ തന്നെ നിക്കണേ. ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. കേട്ടോ? കേട്ടു. നാരായണി, നാരായണി, നാരായണി. എന്താ? ഞാൻ വിളിച്ചപ്പോൾ എവിടെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഒളിച്ചു നിൽക്കുകയായിരുന്നു. കള്ളി. ബഷീറെ, റോസാച്ചെടി കൊണ്ടുവന്നു. ബഷീറെ, ബഷീറെ, ബഷീറെ. ആ, ദൈവത്തിന് എത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടേനെ. ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല. ദൈവം അടുത്തുണ്ട്. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം, ചൈതന്യം. നാരായണി, പ്രത്യക്ഷപ്പെടേണ്ടത് ഞാനല്ലേ? ഞാൻ ചുംബിക്കുകയായിരുന്നു. മതിലോ? അല്ല. പിന്നെ ഓരോ പൂവിലും, ഓരോ മൊട്ടിലും, ഓരോ ഇലയിലും. ദൈവമേ, എനിക്ക് കരച്ചിൽ വരുന്നു. നാരായണി, ചുവട്ടിലെ കെട്ടടിക്കരുത്. ഒരു കുഴി കുഴിച്ച് അത് ഈശ്വരനാമത്തിൽ വെക്കുക. എന്നിട്ട് മണ്ണിട്ട് വെള്ളമൊഴിക്കണം. കേട്ടോ? കേട്ടു. എന്നാ ദാ വരുന്നു. കിട്ടിയോ?